വിവാഹത്തിന് തോഴ്മക്കാർ ഓർത്തഡോക്സുകാർ തന്നെ വേണമോ? ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം. സഭാപരമായ കാര്യങ്ങൾ എന്നിൽ ഏൽപ്പിക്കപ്പെട്ട പൗരോഹിത്യവുമായി ബന്ധപ്പെടുത്തി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ചാനലാണിത്. വളരെ നിസ്സാര കാര്യങ്ങൾ തന്നെയാണ്, ഒരുപക്ഷെ വലിയ കാര്യങ്ങളല്ല. എന്നാൽ കാലികമായി ഇതൊക്കെ അവഗണിച്ചുകൊണ്ട്, ഇതൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോഴും ഇതിനെ കയ്യിൽ പിടിച്ചു നിർത്തേണ്ട ആളുകൾ അത് വിട്ടുപിടിക്കുന്നു എന്ന് തോന്നുകൊണ്ടുമാണ് വിശ്വാസികളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ന് ഈ കാലഘട്ടത്തിൽ ലോകം ഇച്ചിരി വലുതായി, ആളുകൾക്ക് പല ബന്ധങ്ങൾ തുടങ്ങി, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ ആയി തുടങ്ങി. രാജ്യങ്ങൾ തമ്മിൽ, പല രാജ്യങ്ങളിലിരിക്കുന്നവർ തമ്മിൽ വിവാഹം കഴിച്ചു തുടങ്ങി, പല മതങ്ങളിലിരിക്കുന്നവർ തമ്മിൽ വിവാഹം കഴിച്ചു തുടങ്ങി. അവിടെയും നമ്മൾ പാലിക്കുന്ന ഒരു കാര്യമുണ്ട്, ഓർത്തഡോക്സുകാർ മാത്രമേ ഓർത്തഡോക്സുകാരെ വിവാഹം കഴിക്കാവൂ എന്നുള്ളത്. അതെങ്ങനെയാണ്, അതിൻ്റെ കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എന്തായിരുന്നാലും വിവാഹ കൂദാശയ്ക്ക് വരുന്ന സമയത്ത് മണവാളൻ്റെയും മണവാട്ടിയുടെയും കൂടെ തോഴ്മക്കാരുണ്ട്. അത് സഭയുടെ പാരമ്പര്യമാണ്. മണവാളൻ്റെ കൂടെ തോഴ്മക്കാരൻ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുരിശു പിടിക്കണമെന്നും, മണവാട്ടിയുടെ കൂടെ തോഴ്മക്കാരി ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ വേദപുസ്തകം പിടിച്ചിരിക്കണമെന്നും സഭ പഠിപ്പിക്കുന്നുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് മണവാട്ടിയുടെ കൂടെ നിൽക്കുന്ന തോഴ്മക്കാരിക്ക് അത്യാവശ്യം ഒരുങ്ങാനും അത്യാവശ്യം ഫോട്ടോയിലൊക്കെ വരുത്താനും ഒക്കെ അവസരം അന്നേ ദിവസം കിട്ടുന്നത് കൊണ്ട് മണവാട്ടിയുടെ കൂടെ നിൽക്കാൻ തോഴ്മക്കാരി ഉണ്ടാകും. എന്നാൽ ആണുങ്ങൾക്ക്, പുരുഷന്മാർക്ക് ഇമാതിരിയുള്ള ഒരുക്കങ്ങളിൽ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തോഴ്മക്കാരായിട്ട് പുരുഷന്മാരെയിട്ട് കിട്ടാറും ഇല്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇവിടെ അടുത്ത ഒരു സ്റ്റേജൂടെ പറയേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, മണവാട്ടിയുടെ കൂടെ നിൽക്കുന്ന തോഴ്മക്കാർ ഓർത്തഡോക്സ് സഭക്കാർ തന്നെയാണോ, നിർബന്ധമാണോ എന്ന ചോദ്യത്തിനാണ് പലപ്പോഴും പല വൈദികരും പല സാഹചര്യങ്ങളിൽ ആരെങ്കിലുമൊക്കെ ആകട്ടെ എന്ന് പറയാറുണ്ട്. അത് അനുവദിക്കാറുണ്ട്, പറയാറുണ്ടെന്നല്ല, അനുവദിക്കാറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ആ ഒരു ഫംഗ്ഷനിൽ അത് വൃത്തികേടാക്കണ്ട എന്ന് വിചാരിച്ച് തന്നെയാണ്. അതിൻ്റെ അർത്ഥം ഓർത്തഡോക്സുകാർ വേണ്ട എന്നല്ല, ഓർത്തഡോക്സുകാർ തന്നെ ആയിരിക്കണമെന്നാണ്. എന്താ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി. രണ്ട് കാര്യങ്ങളാവുള്ളത്. ഒന്ന്, നമ്മൾ ഈ കുർബാനയെക്കുറിച്ചും എല്ലാ കൂദാശകളെയും നമ്മൾ വിളിക്കുന്ന പേര് റോസോ എന്നാണ്, രഹസ്യം എന്നാണ്. രഹസ്യം എന്നുള്ള പദമാണ്. രഹസ്യമം എനിക്കും എൻ്റെ വീട്ടുകാർക്കും മാത്രമല്ല. അപ്പോൾ പള്ളിക്കകത്ത് ഓർത്തഡോക്സ് സഭയുടെ ദേവാലയത്തിനകത്ത് ഓർത്തഡോക്സുകാർ മാത്രം വന്നാൽ മതിയാകും, വേറെ ആരും വരേണ്ട ആവശ്യം പോലും ഇല്ല. ഇനി രണ്ടാമത്തെ കാര്യം, എന്തിനാണ് ഒരാൾക്കൊരു തോഴ്മക്കാരെ കൊടുക്കുന്നത്? ഇപ്പം വക്കീലിൻ്റെ കൂടെ ഒരു ഗുമസ്തൻ ഉണ്ടാവും. എന്തിനാണ് ഈ ഗുമസ്തനെ കൊടുക്കുന്നത്? വക്കീലിന് വേണ്ടതായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനാണ്. കോടതിയിൽ, ഓഫീസിലൊക്കെ ആയിട്ട് കോടതിയിൽ ചെല്ലുമ്പോൾ കോടതിയുടെ പ്രൊസീഡിങ്സ് അറിയാത്തൊരു ഗുമസ്തൻ എങ്ങനെ വക്കീലിനെ സഹായിക്കാൻ കഴിയും? അപ്പോൾ അതുകൊണ്ട് തന്നെ കോടതിയിലെ പ്രൊസീഡിങ്സ് അറിയാവുന്ന ഒരാളിനെ ആയിരിക്കും ഗുമസ്തനായിട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് ചില വക്കീലന്മാർ എത്ര രൂപ ചിലവായാലും ചില ഗുമസ്തന്മാരെ വിട്ടുകൊടുക്കില്ല, എത്ര കാലം കഴിഞ്ഞാലും. എന്ന് പറഞ്ഞതുപോലെ ദേവാലയത്തിലകത്ത് നടക്കുന്ന വിശുദ്ധമായ കാര്യങ്ങൾക്ക് മണവാട്ടിയെ സപ്പോർട്ട് ചെയ്യലാണ് ഒരു തോഴ്മക്കാരുടെ ദൗത്യം. ഞാൻ പറഞ്ഞത് വ്യക്തമായെന്ന് വിശ്വസിക്കുക. കൂദാശപരമായി ഉണ്ടാകാവുന്ന സാഹചര്യങ്ങളിൽ ചില സഹായങ്ങൾ രാജ്ഞിയായി നിൽക്കുന്ന, കുടുംബത്തിൻ്റെ രാജ്ഞിയായിട്ട് അവരോധിക്കപ്പെടുന്ന ആ വ്യക്തിക്ക് ആവശ്യമുള്ളത് കൊണ്ട് ആ വ്യക്തിയെ സഹായിക്കാനാണ് തോഴ്മക്കാർ നിൽക്കുന്നത്. കയ്യിൽ വേദപുസ്തകം പിടിക്കണമെന്ന് പറഞ്ഞാൽ തോഴ്മക്കാരികൾ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എന്നാൽ അതാണ് സഭയുടെ പാരമ്പര്യം. നിങ്ങൾ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ഒരു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തോഴ്മക്കാരുടെ കയ്യിൽ വേദപുസ്തകം കാണണം. അങ്ങനെയാണ് എങ്കിൽ അവർക്ക് സഭയുടെ വിശ്വാസം അറിയണം, എന്തൊക്കെ സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ വരുമ്പോഴാണ് അവിടെ കിഴക്കോട്ട് വെച്ച് പ്രാർത്ഥിക്കേണ്ട അച്ഛൻ തിരിഞ്ഞ് നിന്നിട്ട് ഓരോന്നും കൈ കാണിച്ചു കൊടുക്കേണ്ടതും വീഡിയോയ്ക്കകത്ത് അതെല്ലാം വരുന്നു, പിന്നെ അച്ഛൻ ദേഷ്യപ്പെട്ടവനാണെന്നൊക്കെ പറയുന്നു. ഇപ്പം നിർബന്ധമായൊരു ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുള്ള ഒരാളാണ് എങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യം ആ വ്യക്തിക്ക് ഉണ്ടാവും. അവരോരോ സമയങ്ങൾ സഹായിക്കും, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോഴും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മന്ത്രകൂടി പള്ളിക്കകത്ത് വെച്ച് തന്നെ മടക്കി എടുത്ത് കയ്യിലിട്ടിട്ട് ഫോട്ടോ എടുക്കും. അത് ആരാ ഏറ്റവും കൂടുതൽ നിർബന്ധിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, തോഴ്മക്കാരിയാണ്. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ, ആങ്ങളയുടെ ഭാര്യ എന്ന് 4 പേരെ കാണിക്കാൻ വേണ്ടി, ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടി ഇതെടുത്ത് കയ്യിലങ്ങ് ഇടിക്കും. പള്ളിക്കകത്ത് മൂടുപടം ധരിക്കണം എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പള്ളിക്കകത്ത് വെച്ച് മൂടുപടം ഇട്ട് മണവാട്ടി നിർത്തുന്നത്. അപ്പോഴാ പെട്ടെന്ന് വന്നിട്ട് മൂടുപടം എടുത്ത് കയ്യിൽ ഇടിച്ചിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യും. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ വെറും ചടങ്ങുകളാക്കി തീർക്കുന്ന വിശ്വാസികളുള്ള കാലത്തോളം, വൈദികരെ
കുറ്റം പറയാൻ നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഞാനും കൃത്യമായിട്ട് പറയട്ടെ, ഇതിനൊക്കെ അങ്ങനെ തയ്യാറെടുക്കുന്ന വിശ്വാസികളുള്ള കാലത്തോളം ഇത് ആരാധനയായി എൻ്റെ ജീവിതത്തിൽ നടക്കണമെന്ന് ചിന്തിക്കാത്തടത്താണ്. ഞാൻ വിവാഹം കഴിച്ചപ്പം ഷമ്മാശന്മാരെല്ലാം പിങ്ക് കളർ ഇട്ടുകൊണ്ട്, ഞാൻ പക്ഷേ കറുത്ത ഉപ്പായിട്ടുണ്ട് തന്നെ വിവാഹം കഴിച്ചപ്പം. ആരാധനയായി കണ്ടുകൊണ്ട് അതിനെ ആരാധനയെ സ്വീകരിക്കാത്തടത്തോളം കാലം ഇതെല്ലാം ഇതിൻ്റെ ഒഴുക്കുമട്ടിൽ നടക്കും. അങ്ങനെ ചെയ്യാനുള്ളതല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വിവാഹ കൂദാശയുള്ളൂ. അതിൻ്റെ കൗദാശിക ഭാവം പള്ളിയിൽ വെച്ച് അത് വിശുദ്ധമായി നടക്കണം. അതിനുശേഷം നിങ്ങൾ ഓഡിറ്റോറിയത്തിൽ വെച്ചോ നിങ്ങളുടെ വീട്ടിൽ വെച്ചോ നിങ്ങൾ എന്തെല്ലാം ക്രമീകരണങ്ങൾ ചെയ്തോ അതിനൊന്നും ഒരു തെറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഔചിത്യമാണത്. അതൊക്കെ അങ്ങനെ നടക്കട്ടെ. പക്ഷെ പള്ളിയിൽ അത് അങ്ങനെ ആകരുത്. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.